السلام عليكم ورحمة الله وبركاته. മൂസാ നബി അലൈഹിസ്സലാമിന് പ്രവാചകത്വം ലഭിച്ച കഥകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുന്ന ഭാഗമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. സൂറത്തു ത്വാഹ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നു. വഹൽ അതാക ഹദീസു മൂസാ إذ رأى نارا فقال لأهلهم كثوا إني آنست نارا لعلي آتيكم منها بقبس أو أجد على النار هدى وهل أتاك حديث موسى മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വർത്തമാനം, വൃത്താന്തം, വിവരം നിങ്ങൾക്ക് ലഭിച്ചില്ല നബിയെ? വഹൽ അത്താക്ക, നിങ്ങൾക്ക് എത്തിയില്ലയോ? ഹദീസ് മൂസ, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വർത്തമാനം ഖുർആൻ ചോദിക്കുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തെ ഇവിടെ ഹദീസ് എന്നാണ് ഖുർആൻ പ്രയോഗിക്കുന്നത്. മൗലീദുകളിലെല്ലാം പ്രവാചകന്മാരുടെയും അതുപോലെ ഔലിയാക്കളുടെയും ഒക്കെ ചരിത്രങ്ങളാണ് വിവരിക്കുക. അവിടെയും നമ്മളതിന് ഹദീസ് ഓതുക എന്നാണ് പറയുന്നത്. ഹദീസ് ഓതുക, മങ്കൂസ് മൗലീദിലെ ഹദീസ് ഓതുക, ഷറഫുൽ അനാമിലെ ഹദീസ് ഓതുക. സത്യത്തിൽ അത് ചരിത്രമാണ്, ഹദീസ് അല്ല. അപ്പോൾ ചരിത്രത്തിന് ഹദീസ് എന്ന ഒരു പ്രയോഗം ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചരിത്രത്തെ വിവരിക്കുകയാണ്. ഇദ് റആ നാറൻ, മൂസാ നബി അലൈഹിസ്സലാം ഒരു തീയിനെ കണ്ടു. ഫഖാല, ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ലി അഹ്ലിഹി, തൻ്റെ കുടുംബത്തോട്, ഉംകുസൂ, ഇവിടെ നിങ്ങൾ അല്പനേരം താമസിക്കുക. ഇന്നി ആനസ്തു നാറാ, ഞാനൊരു തീയിനെ കണ്ടിരിക്കുന്നു. ലഅല്ലി ആതികും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലന്നാരി ഹുദാ, ഞാൻ ആ തീയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കണൽ കൊണ്ടുവരാൻ, ഒരു തീക്കണൽ കൊണ്ടുവരാൻ, തീക്കൊള്ളി, ഖബസ് എന്ന് പറഞ്ഞ തീക്കൊള്ളി. ഔ അജിദു അലന്നാരി ഹുദാ, അല്ലെങ്കിൽ ആ തീയിൻ്റെ സമീപത്ത് വല്ല മാർഗവും ഉണ്ടോ, വഴിയുമുണ്ടോ എന്ന് ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ. വിശാലമായ ഒരു ചരിത്രത്തിലേക്ക് സൂചനയാണ് ഇവിടെ നൽകുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാം, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഖിബ്തിയും ഇസ്രായേലിൽപ്പെട്ട ഒരാളും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ ഇസ്രായേലിൽപ്പെട്ട ഒരാൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് സഹായം തേടി, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് മൂസാ നബിയോട് സഹായം തേടിയപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മൂസാ നബി അലൈഹി ഇസ്ലാം ചെന്നു ഖിബ്തിയെ, അഥവാ ഈജിപ്ഷ്യനിൽപ്പെട്ട ഒരാളെ മൂസാ നബി അലൈഹി ഇസ്ലാം ഒരു അടി അടിച്ചു. ആ അടിയുടെ കാരണം കൊണ്ട് അയാൾ മരിച്ചു വീണു. അത് യാദൃച്ഛികമായി അങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം പേടിച്ചിട്ട് അവിടുന്ന് രാജ്യം വിട്ടു. സത്യത്തിൽ അന്ന് നബി ആയിട്ടില്ല, നബി പ്രവാചകത്വം ലഭിക്കാൻ പോകുന്ന സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. ഇതിനു മുമ്പുള്ള കഥയാണ്. അങ്ങനെ ഈജിപ്തിൽ നിന്ന് മദിയൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാടുവിട്ടു. കാരണം ഫിറഔനിൻ്റെ കോടതി മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു, കേസിൽ പ്രതി ചേർത്തു. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം പിടുത്തം കൊടുക്കാതെ മദിയനിലേക്ക് പോവുകയാണ്. അന്ന് നല്ല ഒരു യുവാവായിരുന്നു, നുബുവത്ത് കിട്ടിയിട്ടില്ല. അങ്ങനെ മദിയനിലേക്ക് പോയപ്പോൾ ശുഐബ് നബി അലൈഹി ഇസ്ലാമിനെ കണ്ടുമുട്ടി. വിശാലമായ ചരിത്രമാണ്, നമുക്കതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ശുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വീട്ടിൽ താമസക്കാരനായി കൂടി. അവിടെ 10 വർഷക്കാലം ജോലി ചെയ്യാൻ വേണ്ടി മൂസാ നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തു. 10 വർഷക്കാലം നിങ്ങൾ ജോലി ചെയ്താൽ എൻ്റെ മകളെ കെട്ടിച്ചു തരാം എന്നായിരുന്നു ശുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അറിയിപ്പ്. അതടിസ്ഥാനത്തിൽ 10 കൊല്ലം ജോലി ചെയ്ത് അവിടെ
സഫൂറ ബീവി എന്ന് പറയുന്ന ശുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകളെ വിവാഹം ചെയ്തു. അങ്ങനെ ആ ഭാര്യയുമായി തിരിച്ചു വരികയാണ്. അതിൻ്റെ ഇടയിൽ വാപ്പ ഇമ്രാൻ എന്നവർ മരണപ്പെട്ടു. പിന്നെ ഉമ്മയാണ് ബാക്കിയുള്ളത്. ജ്യേഷ്ഠ സഹോദരൻ ഹാറൂനും ഉണ്ട്. ഹാറൂൻ നബിക്കും അന്ന് പ്രവാചകത്വം കിട്ടിയിട്ടില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിന് പ്രവാചകത്വം കിട്ടിയതിന് ശേഷമാണ് ജ്യേഷ്ഠന് ഹാറൂൻ എന്ന ജ്യേഷ്ഠന് പ്രവാചകത്വം ലഭിക്കുന്നത്. അങ്ങനെ 10 കൊല്ലം അവിടെ നിന്ന് സഫൂറ ബീവിയെ വിവാഹം ചെയ്തു. കുട്ടികളൊന്നുമില്ല, ഗർഭിണിയാണ് സഫൂറ. അങ്ങനെ ഈജിപ്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് ഭാര്യയോട് പറഞ്ഞ് നമുക്ക് ഈ തൂരിസീന പർവ്വതത്തിലൊന്ന് കയറിയിട്ട് വരാം. കാരണം അത് വലിയ ബറക്കത്തുള്ള ഒരു ഭൂമിയാണ്, ഒരു മലയാണ്. ഒരുപാട് പ്രവാചകന്മാർ അവിടെ ഇരിക്കുകയും പാദസ്പർശനങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെടുകയും ചെയ്ത ഒരു സ്ഥലമാണ് വാദി മുഖദ്ദസ് എന്ന് പറയുന്ന സ്ഥലം, തുവ എന്ന് പറയുന്ന സ്ഥലം. അതുകൊണ്ട് ആ തുവയിൽ പോയി നമുക്ക് അനുഗ്രഹം നേടി വരാം എന്ന് വിചാരിച്ചിട്ട് ഭാര്യയെയും കൂട്ടി ആ സ്ഥലത്തേക്ക് പോയി. ചെന്നപ്പോൾ രാത്രിയായി, ഭയങ്കര ഇരുട്ട്, ഒരു വെളിച്ചവുമില്ലാത്ത ഒരു കുന്നിൻ പുറം. എന്താണ് ചെയ്യുക, എങ്ങോട്ടാണ് പോവുക എന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരവസ്ഥാവിശേഷമുണ്ടായി. മനസ്സിലെ ഓരോ ചിന്തയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബുവത്ത് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് എത്തിച്ചതാണ്. ആ ഒരു രംഗമാണ് ഇവിടെ പറയുന്നത്. ഇത് റഅ നാറൻ, ആ മലയിൽ ചെന്നപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാം കണ്ടു, തീയിനെ കണ്ടു. തീ എന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ തീയായിട്ട് തോന്നിയതാണ്. സത്യത്തിൽ അതൊരു പ്രകാശ ജ്വാലയായിരുന്നു. തൂരിസീന പർവ്വതത്തിലേക്ക് കയറിയപ്പോൾ നല്ല പെട്ടെന്ന് അങ്ങ് ഇരുട്ട് അണഞ്ഞുപോയി. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പോലും അറിയില്ല. ഭാര്യ, ഗർഭിണിയായ ഭാര്യ കൂടെയുണ്ട്, വേറെ ഒരാളെയും കാണാനില്ല. അപ്പോഴാണ് ആ മലയുടെ മുകളിൽ ഒരു സ്ഥലത്ത് വലിയ പ്രകാശജ്വാല മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കാണുമ്പോൾ ഒരു തീയിനെ പോലെ അനുഭവപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, ഉംകുസൂ, നീ ഇവിടെ നിൽക്കുക അല്പനേരം. ഇന്നി ആനസ്തു നാറ, ഞാൻ എന്തോ ഒരു തീ കാണുന്നുണ്ട്, അവിടെ ഒന്ന് പോയി നോക്കാം. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം അതിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അതൊരു ഇളന്ത മരമായിരുന്നു, അല്ല മറ്റൊരു മുൾമരമായിരുന്നു എന്നൊക്കെ പല അഭിപ്രായങ്ങളുമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ കോക്ക് എന്ന് പറയുന്ന ഈ തസ്ബീഹ് മാല ഉണ്ടല്ലോ, ആ തസ്ബീഹ് മാല ഉണ്ടാക്കുന്നത് ആ മൂസാ നബി അലൈഹി ഇസ്ലാമിന് പ്രകാശം കൊടുത്ത ആ മരമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഏതായിരുന്നാലും ആ വൃക്ഷത്തിന്റെ അരികിലേക്ക് ചെന്നു നോക്കുമ്പോൾ ആ പ്രകാശം അടുത്തേക്ക് പോകുന്നതിനനുസരിച്ച് അങ്ങനെ അകന്ന് പോവുകയാണ്. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം കുറച്ചങ്ങ് തിരിച്ചു വന്നു. അപ്പോൾ ആ പ്രകാശം ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. വല്ലാത്തൊരു അത്ഭുതം. ഏതായിരുന്നാലും അതിൻ്റെ അരികിലേക്ക് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം എത്തിപ്പെട്ടു. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇന്നി ആനസ്തു നാറൻ, നിശ്ചയം ഞാനൊരു തീജ്വാലയെ കണ്ടു. ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ, അതിൽ നിന്നൊരു തീക്കൊള്ളിയുമായി ഞാൻ ഇങ്ങ് വരാം. അപ്പൊ നമുക്ക് വെളിച്ചം കിട്ടുമല്ലോ. ഔ അജിദു അലന്നാരി ഹുദാ, അല്ലെങ്കിൽ ആ തീയിന്റെ സമീപത്ത് വല്ല മാർഗവും ഉണ്ടോ എന്നൊന്ന് നോക്കാം. അങ്ങനെ അതിൻ്റെ അരികിലേക്ക് പോയി. എത്തിയപ്പോൾ എന്താണ് ഖുർആൻ പറയുന്നു, ഫലമ്മ അതാഹ, ആ തീയിന്റെ സമീപത്ത് മൂസാ നബി അലൈഹി ഇസ്ലാം എത്തിയപ്പോൾ നൂദിയ യാ മൂസാ, മൂസാ നബി അലൈഹി ഇസ്ലാമിനെ വിളിക്കപ്പെട്ടു. ഓ മൂസോ, ഇന്നി അന റബ്ബുക ഫഖ്ലഅൻ അലൈക ഇന്നക ബിൽവാദിൽ മുഖദ്ദസി തുവാ. ഇന്നി അന റബ്ബുക, ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ്. അല്ലാഹു തആല ആദ്യമായി മൂസാ നബി അലൈഹി ഇസ്ലാമിന് നൽകുന്ന സന്ദേശമാണിത്. ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിൻ്റെ സന്ദേശം ലഭിക്കുന്നവരാണ്. പക്ഷേ ഒരു അള്ളാഹുവുമായി നേരിട്ട്
അഭിമുഖ സംഭാഷണം നടത്താൻ അവസരം കിട്ടിയ ഒരു പ്രവാചകനാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാം. അതുകൊണ്ടാണ് കലീമുല്ലാഹി, അള്ളാഹുവിനോട് നേരിട്ട് അഭിമുഖ സംഭാഷണം നടത്താൻ അവസരം കിട്ടിയ ആള് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിന് ആദ്യത്തെ സന്ദേശം അള്ളാഹു നൽകുന്നത് ഈ തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിലാണ്. അതാണ് ഖുർആൻ പറയുന്നത്, ഇന്നി അന റബ്ബുക്, ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ്, ഞാനാണ് നിങ്ങളെ ഈ പ്രകാശജ്വാല കാണിപ്പിച്ചത്. ഫഖ്ലഅന അലൈക, നിങ്ങളുടെ 2 ചെരുപ്പുകൾ അഴിച്ചു വെക്കൂ. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസ് തുവാ, നിങ്ങളിപ്പോൾ ഉള്ളത് തുവാ എന്ന് പറയുന്ന പരിശുദ്ധമായ ഒരു സ്ഥലത്താണ്. തുവാ എന്ന് പറയുന്ന ഒരു വാദിയിലാണ് നിങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അഭിമുഖ സംഭാഷണം, അള്ളാഹുവിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാൻ നിങ്ങളുടെ ആ ചെരുപ്പ് അഴിച്ചു വെക്കണം. നല്ല സ്ഥലങ്ങളിലൊന്നും ചെരുപ്പ് ധരിക്കാൻ പാടില്ല. പള്ളിയിൽ നമ്മൾ ചെരുപ്പ് ധരിക്കാറില്ല, വീട്ടിൽ നമ്മൾ ചെരുപ്പ് ധരിക്കാറില്ല. അങ്ങനെ പവിത്രമായ ഏതെല്ലാം സ്ഥലങ്ങളുണ്ടോ അവിടെ ഒന്നും നമ്മൾ ചെരുപ്പ് ധരിക്കാറില്ല. കാരണം അതൊരു അനാദരവാണ്. അതുകൊണ്ട് അള്ളാഹുവുമായി അഭിമുഖ സംഭാഷണം നടത്താൻ പോവുക, അള്ളാഹുവിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാൻ പോവുക. അതുകൊണ്ട് നിങ്ങളുടെ കാലിലുള്ള ചെരുപ്പ് അഴിച്ചു വെക്കണം. അതേസമയം വൃത്തികേടുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ചെരുപ്പ് നമ്മൾ ധരിക്കുകയും വേണം. ഇത് ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം, നമ്മുടെ വീടുകളിൽ ഇന്ന് നല്ല മാർബിളും മൊസൈക്കും ഒക്കെ ഇട്ട ടോയ്ലറ്റുകൾ വന്നപ്പോൾ ഒറ്റ വീടുകളിലും ഇന്ന് ചെരുപ്പില്ല. അത് സുന്നത്തിനെതിരാണ്. നമ്മുടെ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാത്ത ചെരുപ്പാണല്ലോ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു ചെരുപ്പ് അവിടെ ധരിക്കാം. ഓരോ പ്രാവശ്യം നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴും നമുക്ക് ഒരു സുന്നത്ത് നഷ്ടപ്പെടുകയാണ്. ചെരുപ്പ് ധരിക്കുക എന്ന സുന്നത്ത്. പിന്നെ ചെരുപ്പ് ധരിക്കുമ്പോഴുള്ളൊരു സുന്നത്തുണ്ട്. ഇടത്തെ കാല് ആദ്യം ബാത്റൂമിലേക്ക് വെക്കണം, കാരണം അത് പിശാചിൻ്റെ സ്ഥലമാണല്ലോ. പിന്നെ വലത്തെ കാല് വെക്കണം. എന്നാൽ ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത്തെ കാല് ധരിക്കണം, പിന്നെ ഇടത്തേത് ധരിക്കണം. അപ്പൊ പ്രവേശനവും ചെരുപ്പ് ധരിക്കലും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഏതുപോലെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തെ കാലം മുന്തിക്കണമെന്നാണ്. അപ്പൊ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തെ കാല് മുന്തിക്കണം, എന്നാൽ ചെരുപ്പ് ധരിക്കുമ്പോൾ വലത്തെ കാല് ധരിക്കും വേണം. അപ്പൊ എന്താ വേണ്ടത്? അപ്പൊ ഇടത്തെ കാല് ചെരുപ്പിന്റെ മുകളിലേക്ക് എടുത്തു വെക്കണം, എന്നിട്ട് വലത്തെ കാല് കൊണ്ട് ചെരുപ്പ് ധരിച്ചിട്ട് പിന്നെ ഇടത്തെ കാല് ധരിക്കണം. ഇതാണ് ഫുഖഹാവ് അതിന് വിശദീകരണം നൽകിയത്. അപ്പൊ നമ്മുടെ വീടുകളിൽ ബാത്റൂമിൽ ഇന്ന് ചെരുപ്പില്ല. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബാത്റൂമിൽ നല്ല ചെരുപ്പ് നോക്കിയിട്ട് ഇടും വേണം. കാരണം എപ്പോഴും വെള്ളം തട്ടുന്ന സാധനമായതുകൊണ്ട് കോറ സാധനങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ അണുക്കൾ നമ്മുടെ ശരീരത്തെ ബാധിക്കും. അവിടെ നല്ല തിക്നെസ് ഉള്ള, ഉറപ്പുള്ള, വിലപിടിപ്പുള്ള ചെരുപ്പാണ് ബാത്റൂമിൽ ധരിക്കേണ്ടത്. കാരണം അതെപ്പോഴും വെള്ളം തട്ടുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് നമുക്ക് പിന്നീട് ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ റിയാക്ഷൻ, അലർജി ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒരു ചെരുപ്പ് നമ്മൾ വാങ്ങിയിട്ടാൽ ഒരു 4-5 കൊല്ലമൊക്കെ ബാത്റൂമിലൂടെ കടന്നോളൂ, നല്ലൊരു ചെരുപ്പാണെങ്കിൽ. അപ്പോൾ എല്ലാ ദിവസവും ഒരു ദിവസം 4-5 പ്രാവശ്യം ഒരാൾ മൂത്രയിക്കുക എന്ന് കൂട്ടിക്കോളി. അതിനെത്ര കൂലിയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ വീടുകൾ മൊസൈക്കും മാർബിളുമായി മാറിയപ്പോൾ ബാത്റൂമിൽ നിന്ന് ചെരുപ്പ് മാറ്റി. നല്ല സ്ഥലങ്ങളിൽ ചെരുപ്പ് ധരിക്കാൻ പാടില്ല, എന്നാൽ മോശമായ സ്ഥലങ്ങളിലെല്ലാം ചെരുപ്പ് ധരിക്കുകയും വേണം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് അതിനൊക്കെ നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഈ മാലിന്യങ്ങളിൽ ലക്ഷക്കണക്കിന് അണുക്കളുണ്ട്. അത് പല രോഗങ്ങളും ഉണ്ടാക്കുന്നതാണ്. ഇന്ന് വളരെ നല്ല ശാസ്ത്രീയമായ രൂപത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ള അവസരങ്ങളുണ്ട്. എങ്കിൽ പോലും നമ്മൾ ആ സുന്നത്ത് നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പോ ഈ വാദി മുഖദ്ദസിലെത്തിയപ്പോൾ അല്ലാഹു തആല പറയാണ്, ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ്, നിങ്ങളുടെ ചെരുപ്പ് അഴിച്ചു വെക്കണം. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, തുവാ എന്ന് പറയുന്ന പരിശുദ്ധമായ താഴ്വരയിലാണ് നിങ്ങളിപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത്.
ഞാൻ നിങ്ങളെ പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് നൽകാൻ പോകുന്ന സന്ദേശങ്ങളെല്ലാം ശ്രദ്ധിച്ചു കേൾക്കണം. അല്ലാഹു തആല പറയാം, എന്താ സന്ദേശം? ഇന്നനീ അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനീ വഅഖിമിസ് സ്വലാത്ത ലിദിക്രീ. നിശ്ചയം ഞാൻ അല്ലാഹുവാണ്, ആരാധനക്കർഹൻ ഞാനല്ലാതെ വേറെ ഒരു ഇലാഹുമില്ല. അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക. വഅഖിമിസ് സ്വലാത്ത ലിദിക്രീ, ആരാധനയിൽ പ്രത്യേകം എടുത്തു പറയാനുള്ള നിസ്കാരമാണ്. എന്നെ ഓർക്കുന്നതിന് വേണ്ടി നിസ്കാരത്തെ നിലനിർത്തുകയും ചെയ്യുക. അല്ലാഹു തആല ആദ്യമായി മൂസാ നബി അലൈഹി ഇസ്ലാമിന് നൽകുന്ന സന്ദേശമാണ്. ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാർക്കും കൊടുത്ത ആദ്യത്തെ സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. ആരാധനക്കർഹൻ ഞാൻ മാത്രമേ ഉള്ളൂ, അല്ലാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ നിങ്ങൾ ആരാധിക്കണം, എൻ്റെ അടിമത്വം നിങ്ങൾ അംഗീകരിക്കണം. വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കുന്നതിന് വേണ്ടി നിസ്കാരത്തെ നിങ്ങൾ നിലനിർത്തുകയും വേണം. നിസ്കാരം എവിടെയൊക്കെ ഖുർആൻ പറയുന്നുണ്ട് അവിടെയൊക്കെ അഖാമ യഖീമു എന്നതാണ് അള്ളാഹു ഉപയോഗിക്കുന്നത്. എപ്പോഴെങ്കിലും ഒന്ന് നിസ്കരിക്കുന്നതിലല്ല കാര്യം, പിന്നെ നിസ്കാരം നിലനിർത്തുന്നതിലാണ് കാര്യം. അതാണ് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിനോടും പറയുന്നത്. ഇന്ന സാഅത ആതിയത്തുൻ അകാദു ഉഖ്ഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. ഇന്ന സാഅത ആതിയ, ഖിയാമത്ത് നാൾ വരാൻ പോവാണ്. ഖിയാമത്ത് നാൾ വരാനുള്ളതാണ്. അകാദു ഉഖ്ഫീഹാ, ഖിയാമത്ത് നാളിനെ ഞാൻ മറച്ചു വച്ചിരിക്കുകയാണ്. അതിന്റെ ഡേറ്റ് എപ്പോഴാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. എന്തിനു വേണ്ടിയാണ് ഖിയാമത്ത് നാൾ? ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ, അധ്വാനിക്കുന്ന ഓരോ വ്യക്തിക്കും അതിന്റെ പ്രതിഫലം നൽകാൻ വേണ്ടിയാണ് ഖിയാമത്ത് നാൾ അല്ലാഹു തആല അവർക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഫലം അല്ലാഹു നാളെ ആഖിറത്തിൽ തരും. ചിലപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും എത്രയേ ഞാൻ ദ്വാരക്കുന്നു, പക്ഷെ ആ ദ്വാക്ക് എന്താ ഫലം കിട്ടാത്തത്? അതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കുന്നത് ഖിയാമത്ത് നാളിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ വാട്സപ്പിൽ എന്നെ ബന്ധപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു ദുആ കുറേ കാലമായിട്ട് ദ്വാരക്കാണ്, പക്ഷെ എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. എന്താ അതിൻ്റെ തകരാറെന്ന് മനസ്സിലാവുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ദ്വാരുന്നാൽ അതിന് മൂന്നാലൊരു ഉത്തരം ഉറപ്പാണ്. ഒന്നൊരിക്കലും ചോദിച്ചു തന്നെ കൊടുക്കും, അത് ദുന്യാവിൽ. ചിലപ്പോൾ ചോദിച്ചതല്ലാത്തത് കൊടുക്കും. ചിലപ്പോൾ ഒരു പക്ഷേ ദുന്യാവിലൊന്നും ഒന്നും കൊടുക്കൂല, ആഖിറത്തിൽ കൊടുക്കും. ആഖിറത്തിൽ കൊടുക്കുന്നത് കാണുമ്പോൾ പറയും, പഠിച്ചാണ് ദുന്യാവിൽ എൻ്റെ ഒറ്റ ദുആയും സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഈ ആഖിറത്തിലേക്ക് എന്തെല്ലാം ഉണ്ടാകുമായിരുന്നു. അപ്പൊ ദുആ നമ്മൾ നല്ലോണം ദുആക്ക് അതിൽ വലിയ ഇബാദത്താണ്. അതിന് ഫലം കിട്ടട്ടെ, ഉത്തരം കിട്ടട്ടെ, കിട്ടാതിരിക്കട്ടെ, അത് വിഷയമുള്ള കാര്യമല്ല. ചോദിക്കുന്നതിനനുസരിച്ച് ആഖിറത്തിൽ എന്തായാലും ഗുണം കിട്ടും. അതുകൊണ്ട് ഓരോരുത്തരും അധ്വാനിക്കുന്നതിന്റെ ഫലം കൊടുക്കാൻ വേണ്ടി ഖിയാമത്ത് നാൾ ഞാൻ ഒരിക്കൽ തയ്യാറാക്കി വെച്ചു, പക്ഷെ ഡേറ്റ് വെളിപ്പെടുത്തിയിട്ടില്ല. ഫലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹു ഫതർദാ. ആ വിശ്വാസത്തിൽ നിന്ന് നിങ്ങളെ തടയുന്ന ദേഹേച്ഛയ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകളും വിശ്വസിക്കാത്ത ആളുകളും നിങ്ങളെ തടയാൻ വരും. നിങ്ങളതിൽ പെട്ടുപോകരുത്. ഫതർദാ, അപ്പോൾ നിങ്ങൾ നശിച്ചു പോകും. അല്ലാഹു തആല സന്ദേശം കൊടുത്തു. പിന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിലേക്ക് ഇറങ്ങി അള്ളാഹു ചോദിക്കുകയാണ്, വമാ തിൽക ബിയമീനിക യാ മൂസ. അല്ല, എന്താ മൂസാ നബിയുടെ വലത്തെ കയ്യിൽ? അല്ലാഹു തആല മൂസാ നബി അലൈഹി ഇസ്ലാമുമായി സംസാരിക്കുകയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കയ്യിൽ ആ സമയത്ത് മദ്യനിൽ നിന്ന് വരുമ്പോൾ ഒരു വടി ഉണ്ടായിരുന്നു. ശുഐബ് നബി അലൈഹി ഇസ്ലാം കൊടുത്ത വടിയാണ്. മോനെ, ഈ വടി കയ്യിൽ പിടിച്ചോ. ആദം നബി അലൈഹി ഇസ്ലാം സ്വർഗത്തിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന വടിയായിരുന്നു ഈ വടി. അത് അനന്തരമായി ശുഐബ് നബിക്ക് കിട്ടി. ഇപ്പം മരുമകനായല്ലോ മൂസാ നബി അലൈഹി ഇസ്ലാം. അപ്പം മരുമകന് വരം കൊടുക്കുകയാണ്, ഈ വടി നിന്റെ കയ്യിൽ വെച്ചോ. ആ വടിയുമായിട്ടാണ് ഈ തൂരി സീനാ പർവ്വതത്തിലേക്ക് വന്നത്. അപ്പൊ ചോദിച്ചു, എന്താ മൂസ നിങ്ങൾ വലത്തെ കയ്യിൽ? നല്ല ശറഫാക്കപ്പെട്ട വടിയായതുകൊണ്ടാണ് വലത്തെ കയ്യിൽ പിടിച്ചത്, അല്ലേ? ഇവിടെ തസ്ബീഹ് മാലയൊക്കെ വലത്തെ കയ്യിൽ പിടിക്കണം.
തസ്ബീഹ് ചൊല്ലുമ്പോൾ. കാരണം അതൊരു ആദരണീയമായ സംഗതിയാണ്. എന്താണ് നിങ്ങളുടെ വലത്തെ കയ്യിൽ എന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ മൂസാ നബി പറഞ്ഞു, ഹിയ അസ്മായ, അത് എൻ്റെ വടിയാണ്. അതവക്കഉ അലൈഹാ, ഈ വടിയെ ഞാൻ കുത്തിപ്പിടിക്കും. വഅഹുസ്സു ബിഹാ അലാ ഗനമി, ഈ വടി കൊണ്ട് എൻ്റെ ആടുകൾക്ക് ഞാൻ ഇലയെ തച്ചു കൊടുക്കും. ഇലകൾ തച്ച് അതിനെ ഇട്ടുകൊടുക്കുന്നത് ഈ വടി കൊണ്ടാണ്. മാത്രമല്ല, വലിയ ഫിഹാ മആരിബു ഉഖ്റ, ഈ വടിയിൽ എനിക്ക് വേറെയും കുറെ ആവശ്യങ്ങളുണ്ട് എന്ന് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറയുന്നു. 40 വയസ്സായാൽ ഒരു വടി പിടിക്കൽ സുന്നത്താണ് എന്ന് ഹദീസിലുണ്ട്. വടിയൊക്കെ പിടിക്കുന്നത് ഇന്നത്തെ ന്യൂ ജനറേഷനിൽ അല്ലേ വളരെ മോശമാണ് വടിയൊക്കെ പിടിക്കുക എന്ന് പറയുമ്പോൾ. പക്ഷെ 40 വയസ്സായാൽ ഒരു വടി പിടിക്കണമെന്നാ, നല്ലതാണ്, സുന്നത്താണ്. അറേബ്യൻ രാജ്യങ്ങളിലെ ഉലമാവിൻ്റെ കയ്യിലൊക്കെ ഒരു വടി ഉണ്ടാവും. 40 വയസ്സ് പിന്നിട്ടാൽ ഒരു വടി ഉണ്ടാവും. ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല, എന്നാലും ഒരു വടി, ഒരു വളഞ്ഞ വഴി. ഇങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ വടിക്കും ഒരു വളവുണ്ടായിരുന്നില്ല. എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഇലകളെല്ലാം ആടുകൾക്ക് തച്ച് ഇട്ടുകൊടുക്കും. അപ്പൊ അള്ളാഹുവിനോട് സംസാരിക്കുകയാണ്, അതെന്റെ വടി, ഞാനത് കുത്തിപ്പിടിക്കും, ആടുകൾക്ക് ഇലകൾ പൊഴിച്ചു കൊടുക്കും, വേറെയും കുറെ ആവശ്യങ്ങളുണ്ട്. ഖാല, അള്ളാഹു പറഞ്ഞു, അൽഖിഹാ യാ മൂസ, ആ വടി നിട്ടുനോക്കി, നിങ്ങൾ നിലത്തിട്ട് നോക്കി. അള്ളാഹു പറഞ്ഞു. ഫഅൽഖാഹാ, മൂസാ നബി അലൈഹി സ്വലാം ആ വടി ഇട്ട് നോക്കിയപ്പോൾ ഫൈദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, അതൊരു വലിയ സർപ്പമായി മാറി. മാഷാ അല്ലാഹ്, നല്ല ഒരു വടി. ആ വടി ഇട്ട് നോക്കാൻ പറഞ്ഞപ്പോൾ അല്ലാഹു തആല മുഅ്ജിസത്ത് കൊടുക്കുക മൂസാ നബി അലൈഹി സ്വലാമിന്. ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വടി ശുഐബ് നബി വരെ എത്തി. ഇപ്പോൾ മരുമകനായി സഫൂറ ബീവിയെ കല്യാണം ചെയ്തപ്പോൾ മരുമകന് കൊടുത്തതാണ്, വരമായിട്ട് കൊടുത്തു. ആ വടി നിട്ടുവെക്കി എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ അതൊരു വലിയ സർപ്പമായി ഇങ്ങനെ നിന്നു. അല്ലാഹു തആല പറഞ്ഞു, ഖാല ഖുദ്ഹാ, പിടിച്ചോളി, വലാ തഖഫ്, പേടിക്കണ്ട, സനുഈദുഹാ സിറതഹൽ ഊലാ, ഒന്നാമത്തെ അവസ്ഥയിലേക്ക്, ആദ്യത്തെ അവസ്ഥയിലേക്ക് ഞാൻ അതിനെ മടക്കിത്തരാം. വലിയൊരു പാമ്പ്. അപ്പൊ അതിന്റെ വാലിങ്ങനെ പിടിച്ചു നോക്കിയപ്പോ അത് പഴയ വടി തന്നെയായി. ഈ വടി കൊണ്ടാണ് ഫിറൗനെ പേടിപ്പിച്ചത്. ഇനി ഇവിടുന്ന് നേരെ പോണത് ഫിറൗന്റെ അരികിലേക്കാണ്. അപ്പൊ ഫിറൗനെ കാണുമ്പോ 10 കൊല്ലം കഴിഞ്ഞിട്ടാണ്. പണ്ട് കിബുത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ വംശത്തിൽപ്പെട്ട ഒരാളെ കൊന്നിട്ട് രാജ്യം വിട്ടതാ. ആരാ? നമ്മളെ വളർത്തുപുത്രനാ. നമ്മുടെ ചരിത്രം പറഞ്ഞല്ലോ. നൈൽ നദിയിലൂടെ ഒലിച്ചു വന്നിട്ട് ഫിറൗനിന്റെ കൊട്ടാരത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാം വളർന്നത്. നമ്മുടെ വളർത്തുപുത്രൻ കിബുത്തികളിൽപ്പെട്ട ഒരാളെ കൊന്ന് 10 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ പറയുന്ന വർത്താനം എന്താണെന്നറിയോ? പിന്നെ ഞാൻ നബിയാണ്, ഹാറൂൻ നബി അലൈഹി സ്വലാമും കൂടെയുണ്ട്, നിങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് സംഭവങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു. അപ്പോൾ ഫിറൗൻ ചോദിച്ചു, അങ്ങനെ എന്തെല്ലാം ആൾക്കാർ പറയുന്നു, ഇതുണ്ടോ നമ്മൾ അംഗീകരിക്കാൻ പോകുന്നു? അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ആ വടി ഇട്ടുകൊടുത്തു. അപ്പോൾ അതൊരു നല്ല ഉഗ്രൻ സർപ്പമായി ഫിറൗനിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നു. അപ്പൊ ഫിറൗൻ പേടിച്ചിട്ട് ബാക്കിലേക്ക് ഓടാൻ പോയി. പട്ടാളക്കാരെയൊക്കെ വിളിച്ചു. ആ സമയത്ത് പറഞ്ഞു, ഇല്ല, ഇത് എൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മുഅ്ജിസത്തായിട്ട് നൽകിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം, തിരസ്കരിക്കാം. ഏതൊരു പ്രവാചകനും നബിയാണ് എന്ന് അംഗീകരിക്കാൻ പര്യാപ്തമായ മുഅ്ജിസത്തുകൾ അല്ലാഹു തആല കൊടുക്കും. അതിൻ്റെ ഒരു മുഅ്ജിസത്താണ് ഈ വടി. പിന്നെ പറഞ്ഞു, വളമ്മം യദക ഇലാ ജനാഹിക് തഖ്റുജു ബൈളാഅ മിൻ ഗൈരി സൂഇൻ ആയതൻ ഉഖ്റാ. അപ്പൊ വടി പാമ്പായി കാണിച്ചു കൊടുത്തു. നിങ്ങളെ കൈയില്ലേ, ആ കൈ ഒന്ന് കക്ഷത്തിലേക്ക് വെക്കൂ, മാറിലേക്ക് വെക്കാൻ പറഞ്ഞു. ചപ്പോൾ തഖ്റുജു ബൈളാഅ മിൻ ഗൈരി സൂഇൻ ആയതൻ ഉഖ്റാ. ആ കൈ എടുക്കാൻ പറഞ്ഞപ്പോൾ കൈയുണ്ട് ഇങ്ങനെ നല്ല പ്രകാശജ്വാലയിൽ കത്തിത്തിളങ്ങുന്നു. പഠിച്ചവനെ ഇതിന്റെ കൈ തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, ഒന്നുകൂടിയും വെച്ച് വെക്കുന്നു പറഞ്ഞു.
അങ്ങനെ പിന്നെ എടുത്തു നോക്കുമ്പോൾ പഴയ കൈ. ഇനി മുഅ്ജിസത്ത് ആവശ്യമാണ് എന്ന് തോന്നുമ്പോൾ ഈ കൈ കക്ഷത്തിൽ വെച്ചിട്ട് ഒന്ന് എടുത്താൽ മതി, അപ്പോൾ നല്ല പ്രകാശം. അല്ലാഹു തആല കൊടുത്ത രണ്ടാമത്തെ ഒരു മുഅ്ജിസത്തായിരുന്നു. അന്ന് കങ്കട്ടിൻ്റെയും ജാലവിദ്യയുടെയും ഒരു യുഗമാണ്. അതുകൊണ്ട് അവരെ തോൽപ്പിക്കാൻ അങ്ങനത്തെ ഒരു മുഅ്ജിസത്താണ് അല്ലാഹു തആല കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി രംഗപ്രവേശം നടത്തിയ കാലഘട്ടം സാഹിത്യ സാമ്രാട്ടുകാരുടെ കാലഘട്ടമായിരുന്നു. അറബിയിൽ വലിയ സാഹിത്യമാണ്. അന്നത്തെ മറുപടിയും പ്രസംഗമൊക്കെ ഇങ്ങനെ ബൈത്തിലൂടെ സാഹിത്യത്തിലൂടെ ഇങ്ങനെ കൈമാറുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അല്ലാഹു തആല നബിക്ക് അങ്ങനത്തെ ഒരു മുഅ്ജിസത്ത് കൊടുത്തു. അതാണ് ഖുർആൻ. എത്ര വലിയ സാഹിത്യമുള്ളവരാണെങ്കിലും ഖുർആനിനെ വെല്ലുവിളിക്കാൻ അവർക്കാർക്കും കഴിഞ്ഞതുമില്ല. ഏതായിരുന്നാലും ഈ മുഅ്ജിസത്ത് അല്ലാഹു തആല മൂസാ നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തു. ലിനുരിയക മിൻ ആയാതിനൽ കുബ്റാ, ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ വിളിച്ചു വരുത്തിയത്. ഇനി നിങ്ങൾക്ക് ഫിറഔനിന്റെ അരികിലേക്ക് പ്രബോധനത്തിന് പോകാം, നിങ്ങളുടെ ഇസ്രായേലികളെ ഒന്നടങ്കം ഇസ്ലാമിലേക്ക് ക്ഷണിക്കാം എന്ന് അല്ലാഹു തആല സന്ദേശം കൊടുക്കുന്നു. അതനുസരിച്ച് പിന്നെ കുടുംബത്തെയും കൂട്ടിയിട്ട് ഈജിപ്തിലേക്ക് മടങ്ങി, നാട്ടിലേക്ക് മടങ്ങി. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങൾ പിന്നീട് നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, പരിശുദ്ധമായ ഖുർആനിന്റെ ഹഖ് ജാഹ് ബർക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ ഇൽമിന്റെ മജ്ലിസിന്റെ ഈ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ ഈമാനും തഖ്വയും നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. ഇസ്ലാമിക ചരിത്രങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ ഈമാനിന് നീ പരിവേഷം നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് ആവേശം നൽകണേ റഹ്മാനെ, ഇഖ്ലാസ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഹിദായത്തും ഈമാനും നീ നിലനിർത്തണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ, ഞങ്ങൾക്ക് വെള്ളം നൽകിയവർ, ഇൽമിന്റെ വഴിയിൽ ഞങ്ങൾക്ക് തുണയായിട്ടുള്ള എല്ലാ ആളുകളെയും അല്ലാഹുവേ നിന്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.